നമസ്കാരം. ശിവടിച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് +1 ബാച്ച്, അതായത് ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. നാളെയാണല്ലോ എക്സാം. അപ്പൊ നമുക്ക് 2.5 മണിക്കൂർ സമയമാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്നത്. കൂൾ ഓഫ് ടൈം അതിനു മുമ്പ് 15 മിനിറ്റ് ഉണ്ട്. നമ്മുടെ പരീക്ഷയുടെ സ്കോർ എന്ന് പറയുന്നത് 80 മാർക്കാണ്. അപ്പൊ ഇതിനകത്ത് പൊതു നിർദ്ദേശങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. നിർദ്ദിഷ്ട സമയത്തിന് 15 മിനിറ്റിന് മുമ്പ് കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കും. അപ്പൊ കൂൾ ഓഫ് ടൈം ചോദ്യങ്ങൾ പരിചയപ്പെടാനും ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യാനുമായിട്ടാണ് അത് ഉപയോഗിക്കേണ്ടത്. പിന്നെ നിർദ്ദേശങ്ങൾ നമ്മൾ മുഴുവനും എന്ത് ചെയ്യണം? ശ്രദ്ധാപൂർവം വായിക്കണം. അപ്പൊ ഈ ഒരു 15 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ചോയ്സ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാം. ആ സെലക്ഷൻ ഈ 15 മിനിറ്റിൽ നടക്കണം. അതുപോലെ നമുക്ക് ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ, അതായത് 1 വേർഡ് ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താനുള്ള സമയവും ഈ കൂൾ ഓഫ് ടൈമിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കൃത്യമായി നമുക്ക് പരീക്ഷ എഴുതി കഴിയാൻ സാധിക്കും. ഇവിടെ 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉചിതമായ 2 ഉത്തരം എടുത്തെഴുതുക. 2 സ്കോർ വീതം എന്നാണ് ആദ്യ ചോദ്യം. 2 മാർക്ക് വീതമാണ്. ഇതിൽ ഏതെങ്കിലും 5 എണ്ണത്തിനാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: അരുളില്ലാത്ത മനുഷ്യനെ ശ്രീനാരായണ ഗുരു എന്തിനോടാണ് ഉപമിക്കുന്നത്? എന്തിനോടെല്ലാമാണ്? അപ്പൊ 2 ഉത്തരമുണ്ട്. അപ്പൊ ഇത് ശ്രീനാരായണ ഗുരുവിന്റെ പാഠത്തിൽ ഉള്ളതാണ്. അനുകമ്പ ശതകത്തിലെ നിഷ്ഫല ഗന്ധം പുഷ്പം, അതായത് ദയവില്ലാത്ത, അരുളില്ലാത്തവൻ, ദയവില്ലാത്തവൻ, കരുണയില്ലാത്ത മനുഷ്യൻ എന്തിനെ പോലെയാണ്? നിഷ്ഫല ഗന്ധം പുഷ്പം, മണമില്ലാത്ത പൂവിനെ പോലെയാണ്. രണ്ടാമത് മരുവിൽ പ്രവഹിക്കുന്ന അമ്പുവാണ്. അതായത് വല്ലപ്പോഴും മാത്രമേ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്നുള്ളൂ? ഈ മരുഭൂമിയിലെ അമ്പു എന്ന് പറഞ്ഞാൽ ജലം വല്ലപ്പോഴും മാത്രമാണ്, മരുഭൂ ജലമാണ്. അങ്ങനെയുള്ളവർ അതിന് തുല്യമാണ്, മരുഭൂമിയിലെ ജലത്തിന് തുല്യമാണ്. അല്ലാത്ത ജലം നമുക്ക് എപ്പോഴും കിട്ടുന്നുണ്ട്, ഇതൊരിക്കലും കിട്ടാത്തതാണ്. മരുഭൂമിയിൽ നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ വെള്ളമുണ്ടെന്ന് തോന്നിക്കുന്ന ഒരു പ്രതിഭാസം ഉണ്ടല്ലോ, അതുപോലെ അവിടെ ചെല്ലുമ്പോൾ, അതിനടുത്ത് ചെല്ലുമ്പോൾ അത് ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയുള്ളവനാണ് ദയവില്ലാത്ത മനുഷ്യൻ. അപ്പൊ ഇതിന്റെ 2 ആൻസർ നമ്മൾ അവിടെ കണ്ടെത്തി എഴുതും. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം: മത്സ്യത്തിന്റെ അതിജീവന ശേഷി ഏറ്റവും ഉചിതമായി സൂചിപ്പിക്കുന്ന പ്രയോഗം ഏതാണ്? അപ്പൊ അതിന്റെ ഉത്തരങ്ങൾ: വായ്ത്തലയേക്കാളും മത്സ്യത്തിനുള്ള വേഗം, അല്ലെ, അതിന്റെ ആ ഒരു അതിജീവന ശേഷി. ദുർബലർക്കും ജീവിക്കണമല്ലോ സമൂഹത്തിൽ. അപ്പൊ അത് വായ്ത്തലയേക്കാൾ മത്സ്യത്തിന്, ഇതിനെ പിടിക്കാനായി വരുന്ന പിന്നെ ചൂണ്ടയുടെ കൊളുത്തിനേക്കാൾ വേഗമാണ് ഈ മത്സ്യത്തിന്. രണ്ടാമത്തേത്: ഉപ്പ് വയലുകൾക്ക് ഉണക്കിയെടുക്കാനായില്ല. ഈ മീനിനെ കിട്ടിയിരുന്നെങ്കിൽ ഉപ്പിട്ട് ഉണക്കാമായിരുന്നു, പക്ഷെ ഇതിനെ പിടി കിട്ടുന്നില്ല. വലയുടെ കൊളുത്തിലില്ല, വലയ്ക്കകത്തില്ല, ഈ ചൂണ്ട കൊളുത്തിനകത്തില്ല. അപ്പൊ അത്രയ്ക്ക് അതിജീവനം അത് നേടിക്കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം: സംക്രമണം എന്ന കവിതയിൽ നൂലട്ട പോലെയുള്ള സ്ത്രീ ജീവിതത്തെ എങ്ങനെ പരിഗണിക്കാനാണ് കവി ആഗ്രഹിക്കുന്നത്? അതായത് നരഭുക്കായ കടുവയെ പോലെ, മനുഷ്യനെ തിന്നുന്ന കടുവയെ പോലെ ആയി മാറണം സ്ത്രീ. ഇര വളഞ്ഞു കൊന്നു തിന്നുന്ന ചെന്നായയെ പോലെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ക്രൂര ജന്തുക്കളോട് സാമ്യമുള്ളവളായി ഈ അടിച്ചമർത്തപ്പെട്ട സ്ത്രീ മാറണമെന്ന് കവി പറയും. ഇരുട്ടിലെ മനുഷ്യൻ എന്ന കവിതയിൽ കവി ആരോടൊക്കെയാണ് സമ്മതിക്കുന്നത്? കവിതാ സമാധിയിൽ ഉറച്ച മലകളോട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് ഒരു അതായത് പി കുഞ്ഞിരാമൻ നേരെ ഒരു കവിത നമ്മുടെ ഒരു പ്രവേശക ഭാഗമായി ചേർത്തിട്ടുണ്ട്. അദ്ദേഹം സംസാരിക്കുന്ന ആരോടൊക്കെയാണ്? കവിതാ സമാധിയിൽ, അതായത് മലകൾ, ഭൂമിയിലെ സുന്ദരമായ സൃഷ്ടികളാണ് മലകൾ. അവര് കവിതയിലെ സമാധിയിൽ ഉറച്ചു നിൽക്കുന്ന പോലെ ജീവിക്കുന്നു. രണ്ടാമത്തേത് പ്രേമ വേദന പാകി മറയുന്ന ഋതുക്കളോട്. ഋതുക്കൾ വന്നു പോകുമ്പോ, ഇപ്പൊ വസന്തമാണ്, ഗ്രീഷ്മമാണ്, ശിശിരമാണ്, അവർ വന്നിട്ട് പോകുമ്പോ പ്രേമത്തിലായിരുന്ന ഒരാള് പോകുന്നത് പോലെയാണ്. അപ്പൊ പ്രേമവേദന പാകി മറയുന്ന ഋതുക്കളോടാണ് കവി സംസാരിക്കുന്നത്. അപ്പൊ ആ ഒരു കവിത ശ്രദ്ധിക്കണം. അടുത്ത 5ാമത്തെ ചോദ്യം: ലാത്തിയും വെടിയുണ്ട എന്ന പാഠഭാഗത്തിലെ ഭാഷാപരമായ പ്രത്യേകതയ്ക്ക് യോജിക്കുന്ന ഉദാഹരണങ്ങൾ കണ്ടെത്തുക. വായും മൂക്കും പൊത്തിപ്പിടിച്ച് വരിഞ്ഞു കെട്ടിയിട്ട പെരുമ്പാമ്പിനെ പോലെ വിരസമായ നിരത്ത്. അത് ആ ഭാഷാ പ്രയോഗത്തിന്റെ ശൈലിയാണ്. വായും മൂക്കും പൊത്തിപ്പിടിച്ച് വരിഞ്ഞു കെട്ടിയിട്ടിരിക്കുന്ന ഒരു പാമ്പിനെ പോലെയാണ് ആ വഴി കാണപ്പെട്ടത്. രണ്ടാമത്, ക്ലോക്ക് ടവറിന്റെ മുകളിൽ ചിരിച്ചുകൊണ്ടിരുന്ന മാലാഖ രക്തകണങ്ങൾ ഉതിർത്തുകൊണ്ട് ഒരു വെള്ളി പക്ഷിയെ കണക്കെ കറങ്ങി കറങ്ങി താഴെ വന്ന് വീഴുന്നു. ക്ലോക്ക് ടവറിന്റെ മുകളിൽ കയറി നിന്ന്
നമ്മുടെ ഇന്ത്യൻ പതാക ഉയർത്തിയ കുട്ടിയാണ് അവിടുന്ന് ഒരു വെള്ളി പക്ഷിയെ പോലെ ചോര ഉതിർന്ന് വന്ന് വീഴുന്നത്. ഇതൊക്കെ അതിന്റെ ഭാഷാപരമായ പ്രത്യേകതകളിൽ വരുന്നതാണ്. അടുത്ത 6ാമത്തെ ചോദ്യം, ജനപ്രിയ സിനിമയുടെ പൊതു സ്വഭാവങ്ങളായി ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നത് എന്ന്. അപ്പൊ ഇതിനകത്ത് ടൈപ്പ് ഇതിവൃത്തങ്ങൾ, ഒരേ ടൈപ്പ് ഇതിവൃത്തങ്ങൾ, അച്ഛൻ, അമ്മ, മക്കൾ, കുടുംബം, ഭാര്യ, ഭർത്താവ്, ഇതാണ് ഒരേ ടൈപ്പിലുള്ള ഇതിവൃത്തങ്ങൾ. അടുത്തത് ജനപ്രിയ സിനിമയുടെ അടുത്തൊരു പ്രത്യേകത, വാർപ്പ് മാതൃകയിലുള്ള കഥാപാത്രങ്ങൾ. ഭാര്യ എങ്ങനെയായിരിക്കണം, ഭർത്താവ് എങ്ങനെയായിരിക്കണം, മക്കൾ എങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ള ഒരേ രീതിയിൽ വാർത്തെടുത്തതുമുള്ള കഥാപാത്രങ്ങൾ. അതൊക്കെയാണ് അദ്ദേഹം ജനപ്രിയ സിനിമയുടെ പ്രത്യേകതകളായിട്ട് പറയുന്നത്. ഇനി 7 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 3 ഒന്നോ രണ്ടോ വാക്യങ്ങൾ, അത് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ആ ഒരു മോഡൽ നോക്കുക. അതായത് 1 2 വാക്യങ്ങളിൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത്ര എഴുതിയാൽ മതി. കൂടുതൽ എഴുതുമ്പോഴാണ് സമയം തികയാത്തത്. സൂഫി ശ്രേഷ്ഠനും ആധ്യാത്മിക ഗുരുവുമായിരുന്ന ഷൈഖ് മുഹീദ്ദീന്റെ അവദാനങ്ങൾ, അദ്ദേഹത്തിന്റെ അവദാനങ്ങൾ, ആ പാഠഭാഗം നിങ്ങൾ അതിന്റെ വീഡിയോ കാണണം. അപ്പോൾ കരിഞ്ഞ മരത്തിലും ഇല തളർത്തുന്നു, ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ട് ജിന്നിനെ കൊണ്ട് തന്നെ അവനെ മടക്കി കൊണ്ടുവരിക്കുന്നു. ഇങ്ങനെയുള്ള അദ്ദേഹത്തിന് ഒരുപാട് അവദാനങ്ങൾ അതിനകത്ത് പറയുന്നു. വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന ലേഖനത്തിൽ എൻ നസീർ പരിചയപ്പെടുത്തുന്ന ഇരിങ്ങോൾക്കാവിന്റെ പ്രത്യേകത. പെരുമ്പാവൂരാണ് ഇരിങ്ങോൾക്കാവ് ഉള്ളത്. നഗരമധ്യേ വിശുദ്ധിയെ സൂക്ഷിച്ച ഒരു ഹരിത ഇടമാണ് ഈ ഒരു പെരിങ്ങോൾക്കാവ്. രണ്ടാമത്തെ എൻ്റെ ഒരു പ്രത്യേകത, സൂര്യപ്രകാശം കടന്നു ചെല്ലാനാവാത്ത രീതിയിൽ വൃക്ഷലതാദികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. അപ്പൊ ഇത് രണ്ടുമാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ആൻസർ അത്രയും മാത്രം എഴുതിയാൽ മതി. പരിമിതികളെ മറികടക്കാനുള്ള ആഗ്രഹമാണ് ജോനാഥനെ വ്യത്യസ്തമാക്കുന്നത്. സ്വാഭിപ്രായം എഴുതുക, അല്ലേ? ജോനാഥൻ പറയുന്നത് എന്താണ്? കടൽക്കാക്കകൾ വെള്ളത്തിന് മേലിൽ അതിന്റെ ആഹാരം കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിക്കൊണ്ട് സഞ്ചരിക്കുന്നു. പക്ഷെ അവന്റെ കൂടെ ഉള്ളവരോട് അവൻ പറയുന്നു, ഉയരങ്ങളിലേക്ക്, മറ്റു പക്ഷികളെ പോലെ ഉയരങ്ങളിലേക്ക് പറക്കുക. ഉയരങ്ങളിലേക്ക് പറക്കുക എന്ന് പറഞ്ഞാൽ പരിമിതികളെ കീഴടക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ആ 2 പോയിന്റ് എഴുതുക. കൈപ്പാട് എന്ന ആധാര ചിത്രത്തിൽ ഏറ്റവും പ്രസക്തമെന്ന് തോന്നുന്ന 2 സന്ദർഭങ്ങൾ എഴുതുക. അപ്പൊ കൈപ്പാട് കേൾക്കുന്നുണ്ട്, അറിയാലോ, നമുക്ക് 2 ഡോക്യുമെന്ററി ഉള്ളത്. അപ്പൊ കൈപ്പാട് എന്ന ആധാര ചിത്രത്തില്, ആ ഡോക്യുമെന്ററിയിലുള്ളത് നഷ്ടപ്പെട്ടു പോകുന്ന കൃഷിയുടെ ആ ഒരു പഴയകാല പ്രാചീന രീതികൾ, പിന്നെ കൃഷിയിടങ്ങളിൽ ജൈവികമായി അല്ലെങ്കിൽ ജന്തുക്കളെ കൊണ്ട് അല്ലെങ്കിൽ രാസവളങ്ങൾ ഉപയോഗിക്കാതെ ജൈവ വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഒരു അന്യോന്യ പരസ്പര ആശ്രയത്വമുള്ള ജീവജാലങ്ങളുടെ ബന്ധത്തിലും ആ ഒരു രീതിയിൽ ആ ഒരു കൃഷി രീതി തുടർന്നു പോകും. ഇത് രണ്ടും കൈപ്പാട് നിലങ്ങൾ സംരക്ഷിക്കണം എന്നുള്ള ഒരു ചിന്തയും വരുന്നുണ്ട്. ഇനി 11 മുതൽ 17 ചോദ്യങ്ങൾ ഏതെങ്കിലും 6 അരപ്പുറത്തിൽ കവിത ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഇത്ര കൊള്ളരുതാത്ത ഞാൻ ഈ തൊഴിൽ ഇരുന്നാൽ 4-ാം അച്ഛന് അപമാനമേ ഉള്ളൂ. എത്രത്തോളം പങ്കുണ്ട്? കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ ഇതിന് 4 മാർക്കിനുള്ളതിനകത്ത് ഇൻട്രൊഡക്ഷൻ എഴുതണം. കൊള്ളരുതാത്ത ആ നായകനെ കുറിച്ചാണ്, അതായത് വാസന വികൃതിയിലെ ചോദ്യമാണ്. അപ്പൊ അതിന്റെ ഉത്തരം ആ പാഠഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കുക. കേൾക്കുന്നുണ്ട് ഹ്രസ്വ ചിത്രത്തെ മനോഹരമാക്കുന്നത്, അതിന്റെ അനിമേഷൻ എത്രത്തോളം പങ്കുണ്ട്, അത് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത് ഒരു ചോദ്യം. ഇതിനൊക്കെ ഇൻട്രൊഡക്ഷൻ എഴുതി സെക്കൻഡ് പാരഗ്രാഫിൽ ആൻസർ വേണം. വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന ലേഖനത്തിൽ വേരുകളിലൂടെ ജീവിതം തിരിച്ചു പിടിച്ച മനുഷ്യൻ എന്ന വിശേഷണം ആരെ ഉദ്ദേശിച്ചുള്ളതാണ്? അരുണാചലത്തെ ഉദ്ദേശിച്ചുള്ളതാണ്. കാരണം വേരുകൾ ഉണക്കി ആ മുതുവാക്കുടിയില് ഉള്ള സ്ഥലത്ത് അയാളെ സൂക്ഷിച്ചിരിക്കുകയാണ്. ആ വേരുകളുടെ ഔഷധ മൂല്യം അറിയാവുന്ന ഒരു മൂപ്പനാണ് ഈ അരുണാചലം. അതുകൊണ്ടാണ് വേരുകളിലൂടെ ജീവിതം തിരിച്ചു പിടിച്ച ആളെന്ന് പറയുന്നത്. ആറ്റിലും തീയിലും വീഴാതെ കണ്ടെന്നെ പോറ്റി വളർത്തത് നിങ്ങളല്ലോ, ഇങ്ങനെയുള്ള ഞാൻ എന്നെ മറക്കില്ല, നിങ്ങളെ ഒന്നും മറക്കുകയില്ല. ഈ വരികൾ കുട്ടികൾക്ക് തങ്ങളുടെ മാതാപിതാക്കളോടുള്ള കർത്തവ്യം മാത്രമല്ല, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമ കൂടെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ശരിയല്ലേ? തീയിലും വെള്ളത്തിലും വീഴാതെ കാത്തവരാണ് മാതാപിതാക്കൾ. അപ്പോ അതുകൊണ്ട് എന്നെ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കില്ല എന്ന് കൃഷ്ണൻ പീലിക്കണ്ണുകൾ എന്ന പാഠത്തിൽ പറയുന്നു. അപ്പൊ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമയും കൂടെ അവർ ഓർക്കുന്നുണ്ട്. തീയിലും വീഴാതെ കാക്കേണ്ടത് മാതാപിതാക്കളാണ്. അങ്ങനെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് തിരിച്ചവരെ സംരക്ഷിക്കണം എന്നുള്ളൊരു ചിന്തയും കൂടെ. എന്നെപ്പറ്റി നിനക്കെല്ലാം അറിയാം, ഇനി സൗകര്യം പോലെ വായിക്കാവുന്ന ഒരു പുസ്തകമാണല്ലോ ഞാൻ. ഈ പ്രസ്താവനയുടെ പൊരുൾ കണ്ടെത്തുക. ഇത് ബഷീറിന്റെ പാഠഭാഗത്തിനകത്തുള്ളതാണ്. ചിലർ ചെയ്യുന്ന പ്രവൃത്തി മരണശേഷവും ഓർമ്മിക്കപ്പെടും. അതായത് എന്നെ ഒരു പുസ്തകം പോലെ വായിക്കാന്ന് പറഞ്ഞാൽ എന്റെ പ്രവൃത്തികൾ കൊണ്ടാണ് എന്നെ വായിക്കുന്നത്. ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാലും എന്നെ വായിക്കാം. അനർഘ നിമിഷത്തിൽ അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്.
അനർഘ നിമിഷത്തിൽ അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് പിന്നെയും എന്നെ വായിക്കാം, എന്റെ പ്രവർത്തികൾ ഞാൻ പോയാലും, ഞാൻ എന്തൊക്കെ പറഞ്ഞു, ഞാൻ എന്തൊക്കെ ചെയ്തു, ഞാൻ എന്തൊക്കെ വൃത്തികേടുകൾ ചെയ്തു, ഞാൻ എന്തെല്ലാം ആളുകൾക്ക് ഉപകാരം ചെയ്തു, മറ്റുള്ളവർക്ക് ഞാൻ എന്തെല്ലാം ദുഷിച്ചു, ഇതെല്ലാം ആളുകൾ പറയും മരിച്ചുപോയ ആളിനെ കുറിച്ച്. അപ്പോൾ ആ രീതിയിൽ എന്നെ ഇനിയും വായിക്കാം എന്നാണ് ബഷീർ പറയുന്നത്. അടുത്തൊരു ചോദ്യം, ലാത്തി വെടിയുണ്ട എന്ന പാഠഭാഗത്തിന് ക്ലോക്ക് ടവറിന് മുകളിലേക്ക് സ്വാതന്ത്ര്യ പതാകമേ കയറുന്ന വീരകുമാരന്റെ രംഗം. ഇത് നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം നേരത്തെയുള്ള വൺ വേർഡ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു അല്ലേ? മാലാഖയെ പോലെ നിന്നവൻ രക്തമുതിർന്ന് വെള്ളിൽ പറവയെ പോലെ താഴേക്ക് വീഴുന്ന രംഗം. ഇതൊക്കെ നമുക്ക് ഹൃദയസ്പർശയ ഭാഷയിൽ എഴുതാവുന്നതാണ്. ഇനി ചേരുമടി ചേർക്കുക എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇക്കണ്ട കുറുപ്പ് നമ്പർ 1, അതിന് ചേരുന്നത് വാസന വികൃതി, കഥാപാത്രവും കൃതി. അടുത്തത് ഹസ്ന. ഹസ്ന നമുക്കറിയാലോ, കേൾക്കുന്നുണ്ടോ എന്നുള്ള ഡോക്യുമെന്ററിയിലുള്ളതാണ്. 3 പത്മാക്ഷി. പത്മാക്ഷി ഓർമ്മയുടെ ഞരമ്പിലെ ജോലിക്കാരിയാണ്. ദേവി ബഹൻ അഗ്നിസാക്ഷിയിലെ കഥാപാത്രമാണ്. ഇനി 18 മുതൽ 21 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതണം. ഒരു പുറത്തിന് കവിത, അതിന് 6 മാർക്കാണ്. അതൊക്കെ 3 പാരഗ്രാഫിൽ എഴുതണം. ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് പാരഗ്രാഫ് കണ്ടന്റ്, ലാസ്റ്റ് ഭാഗത്തിൽ നമ്മൾ അത് കൺക്ലൂഡ് ചെയ്ത് നിർത്തുന്നത്. ക്വസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള ഭാഗവും കൂടെ ചേർത്ത് കൺക്ലൂഡ് ചെയ്യുന്നു. എല്ലാവരും ഒരേപോലെ കാണാത്തതാണ് കലാകാരൻ തിരഞ്ഞെടുക്കുന്ന സിമ്പലുകൾ. അപ്പൊ ഇതിന് ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നത്, പാഠഭാഗത്ത് നിന്ന് ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്ന മേഘം. അപ്പൊ കാവ്യഭാവനയെ കുറിച്ചുള്ള ആ ചോദ്യത്തിന്റെ ഉത്തരവാണ്. അപ്പൊ മേഘത്തിനെ തന്നെ നോർത്ത് ഇന്ത്യയില്, വടക്കേ ഇന്ത്യയില്, ഉത്തരേന്ത്യയില് അത് പ്രണയത്തിന്റെ ഭാഷയായിട്ട് മാറുമ്പോൾ നമ്മുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ മേഘം വെള്ളപ്പൊക്കത്തിന്റെയും കെടുതിയുടെയും കാലഘട്ടമാണ്. അപ്പൊ ഒരേ വസ്തുക്കൾ തന്നെയാണ് പലരും ഇമേജുകൾക്ക് പല ആശയങ്ങൾ നൽകുന്നത്. 19ാമത്തെ ചോദ്യം, വൃദ്ധ കുടുംബജീവിതത്തിൽ അനുഭവിച്ച അവഗണന, അപമാന, അസ്വാതന്ത്ര്യം. ഇതെല്ലാം യുവതലമുറയിലെ പെൺകുട്ടി അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് കാരണം അവൾ അവിടെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നിട്ട് ഈ പഴയ തലമുറയിൽപ്പെട്ട സ്ത്രീ അസ്വാതന്ത്ര്യവും അവഗണനയും അപമാനവും ഒക്കെ സഹിച്ചവളാണ് ആ വീട്ടിൽ. അതേ ഇത് തന്നെയാണ് ആ മരുമകൾക്കും വരുന്നത്. ആ അപമാനവും ഇവര് മറ്റുള്ളവരോട് ഇവരുടെ അമ്മായിയമ്മ, അതായത് ആ വൃദ്ധയുടെ അമ്മായിയമ്മ ഇവരെ കുറിച്ച് മറ്റുള്ളവരോട് ദോഷമായി പറഞ്ഞതും മോശമായി പറഞ്ഞതും എല്ലാം ആ സമയത്ത് അവരനുഭവിച്ച അവഗണനയും അപമാനമായിരുന്നു. ഈ പെൺകുട്ടിക്ക് ഏതാണ്ട് അതേ നിലയിലുള്ള അപമാനം തന്നെയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ ഇത്തരം അപമാനങ്ങൾ ആണ് സ്ത്രീകളെ കുടുംബങ്ങളിൽ റിബലുകളാക്കി മാറ്റുന്നത് എന്നുള്ളതും കൂടെ അതിനകത്ത് പറയുന്നു. അപ്പൊ പുതിയ സമൂഹവുമായിട്ട് അതിനെ സമകാലീന സമൂഹം, ഇപ്പോഴത്തെ കാലത്ത് സമകാലിക സമൂഹത്തിൽ ഇത്തരം ഈ കുറ്റപ്പെടുത്തലുകൾ വളരെ കുറവാണ്. അതായത് വിവരമുള്ളവർ അല്ലെങ്കിൽ സ്നേഹമുള്ളവരായ സ്ത്രീകൾ ഇപ്പൊ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഇപ്പോഴും പഴയ തലമുറയിൽപ്പെട്ട സ്ത്രീകൾ മരുമക്കളുടെ കുറ്റങ്ങൾ മറ്റുള്ളവരോട് പറയാനും ഒക്കെ താല്പര്യം കാണിക്കുന്നുണ്ട്. ഇത് ഒരു അവഗണനയും അസ്വാതന്ത്ര്യവുമായിട്ട് ഈ കുട്ടിക്കും അനുഭവപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. ഈ കായലരികത്ത് എന്ന് തുടങ്ങുന്ന ചലച്ചിത്രഗാനത്തിൽ തെളിയുന്ന ഭാവം എഴുതുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഈണത്തിന്റെ സവിശേഷതകൾ ആ പാട്ടിനെ കുറിച്ചുള്ളതാണ്. അതിന്റെ നാടൻ പാട്ട് പോലെ അത് പാടാവുന്നതാണ്. പിന്നെ കരളിന്റെ ഉരുളി, എണ്ണ കാച്ചിയ നൊമ്പരം, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗ സവിശേഷതകൾ എഴുതുന്നു. അമ്മയുടെ ഓപ്പറേഷന് വെറും സർജിക്കലായ ഉള്ളടക്കമല്ല ഉള്ളതെന്ന് മകന് തോന്നിയത്. മകനോടുള്ള അമ്മയുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം വന്നു. അതായത് അമ്മയുടെ ഗർഭപാത്രം ഓപ്പറേഷൻ ചെയ്ത് മാറ്റുന്നതിന് മുമ്പ് അമ്മ ചിന്തിക്കുന്നു, ഇവൻ ഈ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ എങ്ങനെയാണോ അവനോട് പെരുമാറിയത്. അതുകൊണ്ടാണ് അമ്മയുടെ അടുത്ത് കിടക്കാൻ നിർബന്ധിക്കുന്നത്. അവന്റെ തലമുടിയിൽ അമ്മ പതുക്കെ തടവുന്നതുമെല്ലാം ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നപ്പോഴാണ്. ഇനി അടുത്ത ചോദ്യം, 22 മുതൽ 24 വരെയുള്ള ചോദ്യങ്ങൾ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിന്റെ ആൻസർ കണ്ടെത്താനാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കുന്ന ചോദ്യങ്ങളാണ്. 25 മുതൽ 27 വരെയുള്ള ചോദ്യങ്ങൾക്ക് 8 മാർക്കാണ്. ഒന്നരപ്പുറം എന്ന് പറയുമ്പോൾ 4 പാരഗ്രാഫ് 5 പാരഗ്രാഫുമായിട്ട് എഴുതാം. ഊഞ്ഞാലിൽ എന്ന കവിത ജീവിതത്തെ പ്രത്യാശയോടെ സമീപിക്കാൻ പ്രേരിപ്പിക്കുന്ന രചനയാണ്. കവിതയിൽ തെളിയുന്ന ജീവിത ദർശനം. ഊഞ്ഞാലിൽ എന്നുള്ള പാഠത്തിന്റെ കണ്ടന്റ് നോക്കണം. സൈക്കിൾ മോഷ്ടാക്കൾ എന്ന സിനിമയിൽ പ്രത്യക്ഷമാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ. അതായത് അന്നത്തെ കാലത്ത് ദാരിദ്ര്യം വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പൊ ആ ദാരിദ്ര്യം വരുമ്പോൾ എങ്ങനെയാണ് അതിജീവിക്കുക എന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയില്ല. അത് മാത്രമല്ല, ആൾക്കൂട്ടം അന്നത്തെ കാലത്ത് ആ ഫ്രാൻസിന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ ജീവിക്കുന്നവരും പിന്നെ ഏറ്റവും പാവങ്ങൾ, ഈ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞ ഒരു സംഭവമില്ല. പിന്നെ ദാരിദ്ര്യവും കഷ്ടപ്പാടും തരുന്നതല്ല എല്ലാവർക്കും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് ജോലി കൊടുക്കുന്നിടത്തും
തിന്നാൻ വല്ലതും കൊടുക്കുന്നിടത്തുമൊക്കെ ആൾക്കൂട്ടം വളരെ വരുന്നു. പ്രണയത്തിന്റെ ആഹ്ലാദവും ഉന്മേഷവും സന്ദർശനം എന്ന കവിതയിൽ പ്രത്യക്ഷമാകുന്നത് എങ്ങനെ? അതിനകത്ത് വിരഹമാണ് പ്രധാനം വരുന്നത്. അതായത് പ്രേമിച്ചിരുന്ന രണ്ടുപേര് തമ്മിൽ കണ്ടിട്ട് പിരിയുന്നതാണ്. പിരിഞ്ഞിട്ട് അവർ വീണ്ടും കണ്ടുമുട്ടുന്നു. പക്ഷെ അവളുടെ മൈലാഞ്ചി ഇട്ട് ചുവന്നു തൊടുത്ത വിരലുകൾ, കൃഷ്ണകാന്തം പോലെ തിളങ്ങിയ കണ്ണുകൾ, ഇതൊക്കെ പറയുമ്പോൾ ആ പ്രണയത്തിന്റെ ആ ഒരു ഉന്മേഷം അതിനകത്ത് വരുന്നുണ്ടെന്ന്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നിങ്ങൾക്ക് എഴുതേണ്ടി വരുന്നത്. അപ്പൊ ചോദ്യം അതായത് ആ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ എഴുതി തീർക്കാൻ കഴിയും. അതിന് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് അറിയുമ്പോൾ നമ്മൾ ആ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം വ്യക്തമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. 2.5 മണിക്കൂറാണ് ആൻസർ എഴുതേണ്ട സമയം. ആ 2.5 മണിക്കൂറൊക്കെ സുഖമായിട്ട് നമുക്ക് 2 മണിക്കൂർ മതി ഇത് എഴുതാൻ കൃത്യമായിട്ട്. അരമണിക്കൂർ എക്സ്ട്രാ ആണ്. കാരണം ആ ഒരു 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ കൃത്യമായിട്ട് ചോദ്യങ്ങൾ എഴുതേണ്ടത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ഏറ്റവും എളുപ്പം എഴുതാൻ പറ്റുന്നത് മാത്രം സെലക്ട് ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യന്റെ 1 വേർഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കണ്ടെത്തുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് 1 വേർഡ്, അതായത് ഇതിന്റെ ആദ്യത്തെ ഭാഗത്ത് ഉള്ള 5 മാർക്ക് 2 സ്കോർ വീതം എഴുതാനുള്ള ചോദ്യങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് 8 മാർക്കിന്റെയും 6 മാർക്കിന്റെയും ചോദ്യങ്ങൾ എഴുതാം. അതിനുശേഷം 4 മാർക്ക് എഴുതിയാൽ മതി. അപ്പൊ ടൈം നമുക്ക് കാൽക്കുലേഷനിലെ വലിയ മിസ്റ്റേക്ക് വരാത്ത രീതിയിൽ എഴുതാൻ പറ്റും. ഇനി ഈ വീഡിയോയുടെ താഴെ ഇതിനു മുമ്പ് ഫുൾ റിവിഷൻ ചെയ്ത 2 വീഡിയോസിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ ചെയ്തതിന്റെയും ലിങ്കുകൾ കൊടുത്തേക്കാം. അതിൽ നോക്കി ഫുൾ റിവിഷന്റെ വീഡിയോ നിങ്ങളൊന്ന് കവർ ചെയ്യും. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ. എല്ലാവർക്കും വിജയാശംസകൾ.